ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ചാപ്റ്റർ ആണ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ജിയോഗ്രഫിയിൽ പല ആളുകൾക്കും പല കൺഫ്യൂഷൻസുകളും വരുന്ന ചാപ്റ്റർ ആണ്. പക്ഷേ മക്കളെ, ഇത് ഈസി ആയിട്ട് നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നതാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത്. പരീക്ഷയ്ക്കെല്ലാം ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് പഠിച്ചാലോടാ. മക്കൾ റെഡി ആണല്ലോ? യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാവുന്നതാണ് മക്കളെ. നല്ല ഫസ്റ്റ് തന്നെ ഇതിൽ എന്തൊക്കെയാ കോണ്ടൻസുകൾ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാനുള്ള ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഫ്ലോറയും ഫോനയും എന്താണെന്നുള്ള, അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് ദ ഫോറസ്റ്റ്. നമ്മൾ ഈ ഫോറസ്റ്റുകളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫോറസ്റ്റുകളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ദേ വെർ അണ്ടർ ദ ഡിപ്ലീഷൻ സ്റ്റേജ്, ഡിപ്ലീഷൻ ആയിക്കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലാണ്. അതുകൊണ്ട് തന്നെ വി ഹാവ് ടു കൺസേർവ് ദം. നമ്മൾ അവയെ എന്ത് ചെയ്യണം? കൺസേർവ് ചെയ്യണം, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതിനുള്ള ഗവൺമെന്റ് എടുത്തിട്ടുള്ള, അതുപോലെ കമ്മ്യൂണിറ്റികൾ എടുത്തിട്ടുള്ള ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാൻ നമ്മൾ ചിപ്കോ മൂവ്മെന്റ് പോലെയുള്ള, സരിസ്കോ ടൈഗർ റിസർവ്സ് മൂവ്മെന്റ് പോലെയുള്ള അങ്ങനെ ഒരുപാട്, ബീച്ച് ബച്ചാവോ ആന്തോളൻ, അങ്ങനെയുള്ള ഒരുപാട് മൂവ്മെന്റുകൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റ്. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് പറയുന്ന സമയത്ത് 3 ടൈപ്പ് ഫോറസ്റ്റുകളല്ലത്. ഓക്കെ, നമുക്ക് അതിലേക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ കമ്മ്യൂണിറ്റി കൺസർവേഷൻ. ഒരുപാട് കമ്മ്യൂണിറ്റികൾ, ട്രൈബൽ ഏരിയകളിലൊക്കെ ഒരുപാട് കമ്മ്യൂണിറ്റികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫോറസ്റ്റുകളെല്ലാം കൺസേർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഈ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നതിന് the heading is the biodiversity എന്ന് പറയുന്ന കാര്യം. ഈ ബയോഡൈവേഴ്സിറ്റി എന്താണെന്ന് എൻ്റെ മക്കളെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളെല്ലാം എർത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ നിലകൊള്ളുന്നത്, വി ആർ ലിവിങ് ഇൻ ദ ബയോസ്ഫിയർ. നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് മക്കളെ? ബയോസ്ഫിയറിലാണ്. ഈ ബയോസ്ഫിയറിലാണ് നമ്മൾ ജീവനുള്ള എല്ലാ എക്സിസ്റ്റിംഗ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ പോലെ എല്ലാ നമ്മളെ ഈ ബാക്ടീരിയാസിൽ തുടങ്ങിയിട്ട് ബ്ലൂ വെയിൽ വരെ ഒതുങ്ങുന്ന അത്രയും വലിയ വിഭാഗങ്ങൾ മൊത്തമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബയോസ്ഫിയറിലാണ്. ഈ ബയോസ്ഫിയറിൽ ഈ ബയോഡൈവേഴ്സിറ്റി എന്താണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ബയോഡൈവേഴ്സിറ്റി ഈസ് ആൾസോ നോൺ ആസ്, അതർ നെയിം നമുക്ക് കൊടുക്കാം ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയാം. ബയോഡൈവേഴ്സിറ്റിയുടെ മറ്റൊരു പേരാണ് ആക്ച്വലി ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയാം. റെഫേഴ്സ് എ വെറൈറ്റി ഓഫ് ഓർഗാനിസം എക്സിസ്റ്റിംഗ് ഓൺ ദ എർത്ത്. നമ്മുടെ എർത്തിൽ ഒരുപാട് ഓർഗാനിസം, ഒരുപാട് ലിവിങ് തിങ്സ് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. their interrelationship and their relationship with the environment, they were interly connected with the environment. അവ എന്താണ്? എൻവറോൺമെന്റുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. നമുക്ക് എൻവറോൺമെന്റ് ഇല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിൽ നമ്മൾ ഈ ബയോഡൈവേഴ്സിറ്റിയിൽ എന്തൊക്കെ വരും? നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ബാക്ടീരിയാസിൽ തുടങ്ങിയിട്ട് ബ്ലൂ വൈലിൽ വരെ ഇൻക്ലൂഡ് ആയിട്ടുള്ള അത്രയും എക്സ്പാൻഡഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും വിശാലമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതിൽ മക്കളെ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതാണ് ഫ്ലോറയും ഫോനയും. നമ്മൾ എപ്പോഴും കേൾക്കുന്ന 2 വേർഡ്സുകളാണ് ദ ഫ്ലോറ ആൻഡ് ഫോന എന്ന് പറയുന്നത്. ഫ്ലോറയും ഫോനയും പഠിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷൻ എന്ത് ചെയ്യും? ചൂസ് ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഭയങ്കര ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ഫ്ലോറ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ദാറ്റ് ഈസ് എ പ്ലാന്റ്. പ്ലാന്റ്സുകളെ വിളിക്കുന്ന പേരാണ് ഫ്ലോറ എന്ന് പറഞ്ഞാൽ. ഫോന എന്ന് പറഞ്ഞ സമയത്ത് ദാറ്റ്സ് ഇൻക്ലൂഡ് ദ ആനിമൽസ് ആണ്. അപ്പൊ നമ്മുടെ ഹ്യൂമൻ ബീങ്സ് ഏതിലാ? ഫ്ലോറയിലാണോ ഫോനയിലാണോ? നോ ഡൗട്ട് ഫോനയിലാണ്, അല്ലെ? നമ്മുടെ ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ ജീവനുള്ള എല്ലാത്തിനെയും നമ്മൾ ഫ്ലോറയിലോ ഫോനയിലോ ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെയാണ് ബാക്ടീരിയാസ് ഏതിലാ വരിക? ദാറ്റ്സ് ആൾസോ ഇൻ ദ ഫോനയിലായിരിക്കും ഉണ്ടാവുക. അതേസമയം ഫ്ലോറയിൽ ഏതായിരിക്കും? പ്ലാന്റ്സുകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, പ്ലാന്റ്സുകളായിട്ടുള്ള ഏത് പ്ലാന്റ് ആയിക്കോട്ടെ. വാഴയടക്കം, അല്ലേ? ഈ വാഴയടക്കം ഏതിലാ വരുന്നത്? ഫ്ലോറയിലാ വരുന്നത്. അപ്പൊ സാറേ വാഴ എന്ന് എന്നെ വിളിക്കാറുണ്ട്, പക്ഷെ നീ എന്താളെ മക്കളെ? നിങ്ങളെല്ലാം ഫോനയിലാണ്, ഞാനും നിങ്ങളൊക്കെ ഉള്ളത് ഫോനയിലാണ്. മൃഗങ്ങള്, ബേർഡ്സ്, ആനിമൽസ്, ഹ്യൂമൻ ബീങ്സ്, ദാറ്റ് ഓൾ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഫോനയിലാണ് ഉള്ളത്. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഫ്ലോറയും ഫോനയും ഒക്കെ ഒരുപാടുണ്ട്. ഇന്ത്യയുടെ കാര്യത്തൊക്കെ പറയുന്നുണ്ട്, ഇന്ത്യ ഈസ് ദ വാസ്റ്റ് അറേ ഓഫ് ദ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഇതിൽ ധാരാളം ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. ട്വൈസ് ഓർ ത്രൈസ് സ്പീഷീസ് യെറ്റ് ടു ബി ഡിസ്കവേർഡ്. കണ്ടെത്തിയതിലും അപ്പുറമായിട്ട് ട്വൈസ് ഓർ ത്രൈസ്, 2 ഇരട്ടിയോ 3 ഇരട്ടിയോ യെറ്റ് ടു ബി ഡിസ്കവേർഡ്, ഇനിയും നമ്മൾ ഡിസ്കവർ ചെയ്യാൻ ബാക്കി കിടക്കുക മക്കളെ. അപ്പൊ അത്രയും സ്പീഷീസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ബട്ട് ദേ വേർ അണ്ടർ ദ സ്ട്രെസ്. പക്ഷെ അവയ്ക്ക് എന്താണ്? ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക. They were very much important for our survival. നമ്മുടെ സർവൈവലിന് ഭയങ്കര നിർബന്ധമാണെന്ന് നമ്മൾ പറഞ്ഞു. They were under the stress. ആ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കാം. പല ഫ്ലോറയിലുള്ളയും ഫോനയിലുള്ളയും വസ്തുക്കൾ എന്ത് ചെയ്യുന്നുണ്ടോ? നശിച്ചുകൊണ്ടിരിക്കാം, ഭൂമിയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. സോ വി ഹാവ് ടു കൺസേർവ് ദം. അവയെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കൺസേർവ് ചെയ്തിരിക്കണം. വാട്ട്സ് ദ മീനിങ് ഓഫ് ദ കൺസർവേഷൻ? കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവയെ പ്രൊട്ടക്ട് ചെയ്തിരിക്കണം, നമ്മൾ അവയെ കെയർ ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ടു പ്രിസർവ് ദ എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. നമ്മുടെ എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി നമ്മൾ പ്രിസർവ് ചെയ്യണം. ടു പ്രിസർവ് ദ എയർ, വാട്ടർ, സോയിൽ. എയറിനെയും വാട്ടറിനെയും സോയിലിനെയും നമ്മൾ പ്രിസർവ് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. ടു പ്രിസർവ് ദ ജെനറ്റിക്കൽ ഡൈവേഴ്സിറ്റി. നമ്മുടെ ജെനറ്റിക്കൽ ഡൈവേഴ്സിറ്റി ഇവയെല്ലാത്തിനെയും നമ്മൾ പ്രിസർവ് ചെയ്താൽ മാത്രമേ മക്കളെ
നമ്മൾക്ക് ഈ എർത്തിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഇവയെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, ആവശ്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കൺസേർവ് ചെയ്യുന്നതിന് വേണ്ടി എക്സാമിന് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഭാഗമാണ് നമ്മുടെ പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്നത്. ഇങ്ങനെ കൺസേർവ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പ്ലാൻ ആയിരുന്നു ഇത്. ആക്ച്വലി പ്രൊജക്ട് ടൈഗർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്ലാൻ, ഇറ്റ്സ് എ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഐഡിയോളജിയാണ്, ഒരു പ്ലാൻ ആണ് നമ്മുടെ പ്രൊജക്ട് ടൈഗർ എന്ന് പറഞ്ഞാൽ. ഈ പ്രൊജക്ട് ടൈഗറിന്റെ കാര്യത്തേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ 1973 ഏതാണ് 1973 ഈ 1973 നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിന് തൊട്ട് മുമ്പത്തെ ഒരു 100 yearsന്റെ ബാക്ക് നമ്മൾ എടുത്തു നോക്കും. ഒരു 100 വർഷത്തിന്റെ കണക്കെടുക്കുന്ന സമയത്ത് 100 വർഷം മുമ്പൊക്കെ ഉണ്ടായിരുന്നത് 55,000 ടൈഗേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 55,000 55,000 ടൈഗേഴ്സ് ഉണ്ടായിരുന്നു. 100 വർഷം കഴിഞ്ഞിട്ട് ഒരു 1973 എത്തുന്ന സമയത്ത് ആ ടൈഗറിന്റെ കൗണ്ട് എത്രയായിട്ട് മാറിയിട്ടുണ്ടാരോ? 1827 ആയിട്ട് മാറിയിട്ടുണ്ട്. 55,000 എന്ന് പറയുന്ന കൗണ്ടിൽ നിന്ന് 1827 എന്ന് പറയുന്ന കൗണ്ടിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ പ്രൊജക്ട് നമ്മുടെ ടൈഗർ എന്ന് പറയുന്ന ത്രെട്ടൺ ലിസ്റ്റിലുള്ളതാണോ? ടൈഗർ ഭയങ്കരമായിട്ട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നതാണോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദി ഇഷ്യൂസ് ആൻഡ് വാട്ട് ആർ ദി ത്രെറ്റ് ഫേസ്ഡ് ബൈ ദ ടൈഗേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. മേ ബി എന്തൊക്കെ ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തൊക്കെ ത്രെട്ടുകളാണ്, ത്രെട്ട് എന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടായി കേട്ടോ. വാട്ട് ആർ ത്രെറ്റ് ഫേസ്ഡ് ബൈ ദ ടൈഗേഴ്സ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ദ ഫസ്റ്റ് ത്രെറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ത്രെറ്റ് എന്ന് പറഞ്ഞാൽ പോച്ചിങ് ഫോർ ദ ട്രേഡ്. പോച്ചിങ് എന്ന് പറഞ്ഞാൽ ഇസ് എ ഹണ്ടിങ്. ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ ലീഗലി ആണ്. പോച്ചിങ് എന്ന് പറഞ്ഞ സമയം ഇല്ലീഗൽ ഹണ്ടിങ്ങിനെ വിളിക്കുന്ന പേരാണ് പോച്ചിങ് എന്ന് പറയാം. പോച്ചിങ് ഫോർ ദ ട്രേഡ്, നമ്മൾ അവ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹണ്ട് ചെയ്യുന്നുണ്ട്, പോച്ച് ചെയ്യുന്നുണ്ട്. ശ്രിങ്കിങ് ദെയർ ഹാബിറ്റേറ്റ്, ടൈഗേഴ്സ് ഫേസ് ചെയ്യുന്ന അടുത്ത പ്രശ്നമാണ് ശ്രിങ്കിങ് ദെയർ ഹാബിറ്റേറ്റ്. അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ ശ്രിങ്കിങ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ടൈഗർ എവിടെ താമസിക്കുന്നത്? നമ്മുടെ വീട്ടിലാണോ താമസിക്കുക? അല്ല, ടൈഗറൊക്കെ താമസിക്കുന്നത് എവിടെയായിരിക്കും? കാടുകളിലേക്കും. ഈ കാടുകളിലേക്ക് ശ്രിങ്കിങ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡിപ്ലീഷൻ ഓഫ് പ്രേ ബേസ്ഡ് സ്പീഷീസ്. പ്രേ ബേസ്ഡ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ അവയുടെ ഫുഡ് സോഴ്സുകൾ, ഭക്ഷണം കഴിക്കണ്ടേ? നമുക്ക് മാത്രമല്ല അവയ്ക്കും ഭക്ഷണം കഴിക്കണ്ടേ? ഈ അവക്കെല്ലാം ഭക്ഷണം കഴിക്കാനുള്ള ഈ പ്രേ ബേസ്ഡ് അവയുടെ ഭക്ഷണം കഴിക്കാനുള്ള വസ്തുക്കളെ ഇല്ലാതാക്കിയാൽ, അതിലുള്ള മൃഗങ്ങളെ നമ്മൾ ഇല്ലാതാക്കിയാൽ, ആ മുയലിനെയും അതുപോലെയുള്ള മറ്റു മൃഗങ്ങളെയും മാനിനെയും ഒക്കെ നമ്മൾ ഇല്ലാതാക്കുന്നതിനനുസരിച്ചിട്ട് അവ കഴിക്കേണ്ടതായിട്ടുള്ള ടൈഗേഴ്സും ഇല്ലാതാവും. അതുപോലെ തന്നെ ഗ്രോയിങ് ദ ഹ്യൂമൻ പോപ്പുലേഷൻ കൂടുന്നത് മറ്റൊരു റീസൺ ആണ്. അതുപോലെ തന്നെ നമ്മൾ ടൈഗേഴ്സിന്റെ ബോൺസുകളെല്ലാം വി ഷുഡ് ബി യൂസ് ഫോർ ദ ട്രഡീഷണൽ മെഡിസിനുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അത് അവർ ഫേസ് ചെയ്യുന്ന മറ്റൊരു ഇഷ്യൂ ആണ്. അപ്പോൾ തന്നെ വി ഷുഡ് ബി യൂസ് ദ ടൈഗർ സ്കിൻ. നമ്മൾ പുലിത്തോലി എന്ന് പറയും, ഈ പുലിത്തോലി യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എന്തിയാണ്? ദീസ് ഓൾ ആർ ദ ത്രെഡ്സ് ഫേസ്ഡ് ബൈ ദ ടൈഗേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ടൈഗറിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയോളജി നമ്മുടെ ഉള്ളിലേക്ക് വന്നു. അതിന്റെ ഭാഗമായിട്ട് 6 പ്രധാനപ്പെട്ട ടൈഗർ റിസർവ് ഫോറസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തു. The 6 tiger reserve forests, you should be study these names: Sariska Wildlife Sanctuary in the Rajasthan and Bankrawat National Park in the Madhya Pradesh, Periyar Tiger Reserves in the Kerala and Corbett National Park in the Uttarakhand, Manas Tiger Reserves in the Assam and Sundarban National Park in the West Bengal. ഇവയായിരുന്നു പ്രധാനപ്പെട്ട റിസർവ് ഫോറസ്റ്റുകൾ, ടൈഗർ റിസർവ് ഫോറസ്റ്റുകൾ. അവ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1973. You should be remember that story also. Then ഇനി ദ ടൈപ്സ് ഓഫ് ഫോറസ്റ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ആ ടൈപ്സ് ഓഫ് ഫോറസ്റ്റുകൾ പറഞ്ഞു. വി ക്യാൻ ക്ലാസിഫൈ ദറ്റ് ഫോറസ്റ്റ് ഇൻ ടു ദ 3, നമ്മൾ 3 കാറ്റഗറികളായിട്ട് നമ്മൾ ഫോറസ്റ്റുകളെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ദ റിസർവ് ഫോറസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് and the last one is unclassed forest. The first one reserve forest. ഈ റിസർവ് ഫോറസ്റ്റ് പറഞ്ഞ സമയത്ത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് റിസർവേഷൻ എപ്പോഴാണ് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ലേഡീസിന് റിസർവേഷൻ സീറ്റുകൾ ഉണ്ടായിരിക്കും. അവിടെ അവർ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. നമ്മൾ ഇരിക്കാൻ പറ്റുമോ? പുരുഷന്മാർക്ക് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഇപ്പോൾ ബ്ലൈൻഡുകൾക്ക് റിസർവേഷൻ കൊടുക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് റിസർവേഷൻ കൊടുക്കാറുണ്ട്. ഈ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ they should be give the most valuable. അവർക്ക് ഒന്നും കൂടെ വാല്യൂ കൊടുക്കുകയാണ്, അവർക്ക് ഒന്നും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. പ്രഗ്നന്റ് വുമൻസ് അവർക്ക് റിസർവേഷൻ കൊടുക്കാറില്ലടാ. യെസ്, അതുപോലെ തന്നെ there is a valuable, അവരെന്താണ് വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് റിസർവേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഫോറസ്റ്റ് ഇപ്പോൾ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആവുന്ന സമയത്ത് അവിടെ ആർക്കായിരിക്കും ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കുക? ടൈഗറിനാണ് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കുക. സോ ആ വാല്യൂബിൾ ആയിട്ടുള്ള കാര്യം ഏതാണോ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫോറസ്റ്റ് ആണ് ഇത് റിസർവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ മോർ ദാൻ ഹാഫ് ഓഫ് നമ്മളെന്താണ് ടോട്ടൽ ഇന്ത്യയിലുള്ള അതിൻ്റെ മോർ ദാൻ ഹാഫ്, പകുതിയിലധികവും തന്നെയാണ് റിസർവ് ഫോറസ്റ്റുകൾ തന്നെയാണ്. ഫോറസ്റ്റുകളുടെ കൺസിഡറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ ഹാഫും വരുന്നത് റിസർവ് ഫോറസ്റ്റ് തന്നെയാണ്. സെക്കൻഡ് വൺ ആണ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് എന്ന് പറയാം. അതായത് റിസർവ് ഫോറസ്റ്റ് ദാറ്റ് വാസ് ഹാൻഡിൽഡ് ബൈ ദ ഗവൺമെന്റ് കയ്യിലായിരിക്കും ഉണ്ടായിരിക്കാം. അതേസമയം സെക്കൻഡ് വൺ ആണ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ദാറ്റ് ആൾസോ ഹാൻഡിൽഡ് ബൈ ദ ഗവൺമെന്റ്. അതും ആരുടെ കയ്യിലാണ്? ഗവൺമെന്റ് കയ്യിലാണ്. അത് എത്രയാണോ? 1/3 ഓഫ് ദ ടോട്ടൽ ഫോറസ്റ്റ്. ടോട്ടൽ ഫോറസ്റ്റിന്റെ 1/3 മാത്രമാണ് ഉണ്ടായിരിക്കുക. ഇവിടുത്തെ ഇമ്പോർട്ടൻസ് കാര്യം എന്ന് വെച്ചാൽ ദേ ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം any further depletion.
നശിച്ചുകൊണ്ടിരിക്കുന്ന ഫർദർ ഡിപ്ലീഷൻ ഓൾറെഡി അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നശിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ വി ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. നമ്മൾ അവയെ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യുക. സോ ദാറ്റ്സ് നോൺ ആസ് എ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ റിസർവ് ഫോറസ്റ്റും അതുപോലെ തന്നെ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റും വി ക്യാൻ സേ ദാറ്റ് ദ പെർമനന്റ് ഫോറസ്റ്റ്. ഇവയെ നമുക്ക് എന്ത് വിളിക്കാം? പെർമനന്റ് ഫോറസ്റ്റ് എന്ന് കൂടെ വിളിക്കാൻ പറ്റുന്നതാണ്. ലാസ്റ്റ് വൺ ഈസ് അൺക്ലാസ്ഡ് ഫോറസ്റ്റ്. അൺക്ലാസ്ഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ സമയത്ത് ദിസ് ആർ ദ വേസ്റ്റ് ലാൻഡ്. ഒന്നെങ്കിൽ വേസ്റ്റ് ലാൻഡ് ആവും, അല്ലെങ്കിൽ എന്താണ് ദ അതർ ഫോറസ്റ്റ്. ബാക്കി വരുന്ന ഈ രണ്ടിലും ഇൻക്ലൂഡഡ് അല്ലാത്ത ബാക്കി വരുന്ന ഫോറസ്റ്റുകളാവും, അല്ലെങ്കിൽ വേസ്റ്റ് ലാൻഡ്, തരിശായിട്ട് കിടക്കുന്ന ഒന്നുമില്ലാത്ത ലാൻഡുകളെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അൺക്ലാസ്ഡ് ഫോറസ്റ്റ് വരാം. ഇതിന്റെ ഹാൻഡിൽ ആരൊക്കെ ഉണ്ടാവുന്ന? ഗവൺമെന്റ്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽ. ഒന്നുകിൽ ഗവൺമെന്റ് കയ്യിലാവും, അപ്പോൾ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലാവും. സോ ഗവൺമെന്റ് കയ്യിൽ മാത്രമാണ് ഏതൊക്കെ ഉണ്ടാവുക? റിസർവ് ഫോറസ്റ്റും പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റും. അതേസമയം അൺക്ലാസ്ഡ് ആണ് ആരുടെ കയ്യിലൊക്കെ ഉണ്ടാവും? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലും കൂടെ ഉണ്ടാവും. ബാക്കി വരുന്ന കുറച്ച് ഏരിയ മാത്രമേ എന്തിലുള്ളൂ? അൺക്ലാസ്ഡ് ഫോറസ്റ്റ് ഉള്ളൂ. സോ മക്കളെ, ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ ഈ കാര്യങ്ങളാണ്. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി കൺസർവേഷനെ കുറിച്ച് നമുക്കൊരു ടോപ്പിക് പറയാണ്ട്, ആ ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. എങ്ങനെയുണ്ടടാ? പറഞ്ഞ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് മനസ്സിലായല്ലോ. സോ ചാപ്റ്റർ മക്കളെ ഈസി അല്ലേടാ? ഈ ചാപ്റ്റർ നമുക്ക് ഈസി അല്ലേ? ചാപ്റ്ററിലെ കോണ്ടന്റ്സുകൾ ഈസി അല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചൂടെ? സോ ഇതുപോലത്തെ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ക്ലാസ് മനസ്സിലായല്ലോ? സോ ടാറ്റാ, ബൈ.